അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കാനിരിക്കുകയാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി കനത്ത സുരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. എന്താണ് അമർനാഥ് തീർത്ഥാടനത്തിനും ഭീഷണി ഉണ്ടോ? സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ഭീഷണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ജാഗ്രത വേണമല്ലോ. എല്ലാ കാലത്തും സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരും സൈനികരും ആ പ്രദേശങ്ങളിൽ ജാഗ്രത പുലർത്തി വരുന്നുണ്ട്. കാരണം അമർനാഥ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും പാകിസ്ഥാനെ അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ഭീകരവാദികളുടെയും ലക്ഷ്യമായിരുന്നു ആ തീർത്ഥാടനം ഒന്ന് തകർക്കുക എന്നത്. ആ തകർക്കുക എന്നതും ഭീഷണിപ്പെടുത്തിയും കൊലപ്പെടുത്തിയും നിരന്തരം അവിടെ നിന്നും ഹൈന്ദവരെ ചവിട്ടി പുറത്താക്കുക എന്നതാണല്ലോ ജമ്മു കാശ്മീരിൽ നാം പലതവണ കണ്ടത്. പ്രത്യേകിച്ച് കാശ്മീരി പണ്ഡിറ്റുകളുമായി ബന്ധപ്പെട്ടല്ലേ ഒറ്റ വെള്ളിയാഴ്ച കൊണ്ടാണ് നാം ഈ മോഹൻലാലിന്റെ ഒരു ചിത്രത്തിൽ അങ്ങനെ ഡയലോഗ് ഉണ്ടല്ലോ, ഒരു രാത്രി കൊണ്ട് ഞാൻ ഒഴിപ്പിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഈ അവിടെയുള്ള ഭൂരിപക്ഷം, ജമ്മു കാശ്മീരിലെ ഭൂരിപക്ഷം ഈ കാശ്മീരി പണ്ഡിറ്റുകളെ ഒറ്റ വെള്ളിയാഴ്ച കൊണ്ടാണ് ലക്ഷക്കണക്കിന് പേരെ അവിടെ ഒഴിപ്പിച്ചൊരു കാലിയാക്കി വിട്ടത്. അപ്പോൾ അവരുമായെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പക്ഷേ പുറത്തു നിന്നുള്ള കൂടുതൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കമുള്ളവർ അമർനാഥ് തീർത്ഥാടനത്തിന് ഇത്രയും വെല്ലുവിളികളും മുൻപ് ഭീകരവാദികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഭക്തജനങ്ങളെ കൊലപ്പെടുത്തിയിട്ട് പോലും അതിൽ നിന്നൊന്നും ഭയപ്പെടാതെ അവർ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയാണ്. നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണല്ലേ ശിവസേന നേതാവിന്റെ ഒരു ഹൈന്ദവർക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്താവന തന്നെ ഉണ്ടാകുന്നത്. ബാൽ താക്കറെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒറ്റ ആൾക്കാർ ഇവിടെ കാലുകുത്തില്ല, മറ്റ് പലരുടെയും തീർത്ഥാടനങ്ങളൊക്കെ ഞങ്ങൾ മുടക്കും, മുംബൈയിൽ നിന്നും ഒരു വിമാനം പോലും പൊങ്ങില്ല, ഉയർന്നു പറക്കില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് തന്നെ അതിലൂടെ മനസ്സിലാക്കുന്നത് ഹൈന്ദവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അമർനാഥ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അവിടെ സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. ആ സർക്കാരിന്റെ ചുമതല അവർ കൃത്യമായി തന്നെ നിർവഹിക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ജമ്മു കാശ്മീർ പോലീസിന് പുറകെ തന്നെ അതിനപ്പുറം കേന്ദ്ര സർക്കാരിന്റെ അർദ്ധസൈനിക വിഭാഗമായ 180 കമ്പനി അർദ്ധസൈനികരും ഇതിൽ പങ്കുചേരുന്നുണ്ട്. ഈ സുരക്ഷ ഒരുക്കാനായി വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അമർനാഥിലേക്കുള്ള വഴി, ഈ ഭീകരാക്രമണം ഉണ്ടായ ആനന്ദ്നാഥ് ജില്ലയിലെ പെഹൽഗാം വഴി 48 കിലോമീറ്റർ പരമ്പരാഗത വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ തീർത്ഥാടനത്തിന്റെ ഭാഗമാകാൻ കഴിയുകയുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പെഹൽഗാം പ്രദേശം ഉൾപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. നമുക്കറിയാം പെഹൽഗാമുമായി ബന്ധപ്പെട്ട് അവിടെ സാധാരണക്കാരായ ടൂറിസ്റ്റുകൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തി, മലയാളികൾ ഉൾപ്പെടെ അവിടെ എത്തി തങ്ങളുടെ മികച്ച നിമിഷങ്ങൾ, ജീവിതത്തിലെ മികച്ച നിമിഷങ്ങൾ ആഘോഷിക്കുമ്പോഴായിരുന്നു അവിടുത്തെ ഭീകരവാദികൾ വന്ന് കൊലപ്പെടുത്തുന്നത് നാം കണ്ടിരുന്നു. അങ്ങനെ ഒരു വലിയ ലോകം തന്നെ ഞെട്ടിയ ഒരു ഭീകരാക്രമണമായിരുന്നു. മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കേന്ദ്ര സർക്കാരിന്റെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും കരകയറാൻ ആരാണോ ഇന്ത്യക്കെതിരെ വിരൽ ചൂണ്ടിയത്, ആ വിരൽ ചൂണ്ടിയ ആൾക്കാരെ കൊലപ്പെടുത്താൻ ഇന്ത്യക്ക് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ തുടർച്ചയായി തന്നെ ആക്രമണം അഴിച്ചുവിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചു നാളുകൾക്ക് ഇടയിലെന്നും നിങ്ങൾ ഇങ്ങോട്ട് ഇന്ത്യ എന്ന സ്വപ്നം പോലും കാണരുത് എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സൈനികരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് കൃത്യമായ ജാഗ്രത പുലർത്തുന്നത്. നമുക്ക് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് അറിയാം, ഇടക്കാലത്ത് ചിലപ്പോൾ ഒരു വലിയ ആക്രമണം ഉണ്ടായത് പെഹൽഗാം മാത്രമായിരിക്കും. അല്ലാതെ നാം 2019 ശേഷം നോക്കുമ്പോൾ വലിയ രീതിയിൽ സമാധാനം വന്നിട്ടുണ്ട്. 2014 മുതൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു. പണ്ട് നാം ജമ്മു കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കല്ലെറിയുന്ന സൈനികർക്കെതിരെ കല്ലെറിയുകയും കൂട്ടത്തോടെ ഈ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ ഓടി നടന്ന് സൈനികർക്ക് നേരെ കല്ലെറിയുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ടൂറിസവുമായി ബന്ധപ്പെട്ട തണുപ്പും മഞ്ഞുമെല്ലാം നിറഞ്ഞ ജമ്മു കാശ്മീറാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ എന്തായാലും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ വലിയ വർധനവാണ് ഉണ്ടായിട്ടുണ്ട്. ആ വലിയ വർധനവിൽ വിരളി പൂണ്ടിട്ടാണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ആക്രമണം ഉണ്ടായതെന്ന് വ്യക്തമാണ്. പക്ഷേ കാശ്മീർ ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു.
അവിടെ മനുഷ്യരുടെ സാധാരണ നിലയിലുള്ള ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുന്നു. അവിടെ വ്യവസായങ്ങൾ വരുന്നു. അവിടെ ഒരു സമാധാനവും ശാന്തിയും കളിയാടുന്നു. അതാണ് പാകിസ്ഥാനെ വരളി പിടിപ്പിച്ചത്. കാരണം ഈ 2000 ഞാൻ തുടക്കം സൂചിപ്പിച്ചല്ലോ, ഈ അവിടെ എല്ലാ കാലത്തും ഭരണം നടത്തിയിരുന്നത് ഒരു കുടുംബവും രണ്ട് കുടുംബമുണ്ടല്ലോ. മുഖ്യമന്ത്രി കസേരയിൽ 2 കുടുംബവും പിന്നീട് പുറത്ത് നിന്നും കുറെ വിഘടനവാദികളും. അവരുടെ പണി ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും അരിയും ഉൾപ്പെടെയുള്ള എല്ലാ ആഹാര സാധനങ്ങളും സൗജന്യമായി ലഭിക്കുന്നുണ്ടല്ലോ. അതെല്ലാം കഴിച്ച് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടിരുന്നത്. അതിൽ നിന്നെല്ലാം മാറ്റം വരുത്താൻ ഈ കേന്ദ്ര സർക്കാർ ഇടപെടുകയും ആദ്യം അവരെ തന്നെ പിടിച്ചകത്തിടുകയും ചെയ്തു. അതിനുശേഷം ചിന്തിക്കുമ്പോഴാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നോക്കുമ്പോഴാണ് 370 വകുപ്പ് സ്വന്തമായ ഒരു അല്ലെ പതാക ഒരു രാജ്യം പോലെയായിരുന്നു. രാജ്യത്തിനുള്ളിൽ ഒരു ഉപരാജ്യം പോലെ ആണ്. ഒരു സംസ്ഥാന പദവിയല്ല, ഒരു രാജ്യത്തിന്റെ തന്നെ പദവിയാണ്. കാരണം ഇന്ത്യക്കാരന് അവിടെ നിന്നും വിവാഹം കഴിക്കാൻ കഴിയില്ല, ഇന്ത്യക്കാരൻ അവിടെ നിന്നും സ്ഥലം വാങ്ങാൻ കഴിയില്ല. അതെന്താ പാകിസ്ഥാന്റെ ഭാഗമാണോ എന്ന സംശയം നമുക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ പൂർണ്ണമായി മാറ്റി 370 വകുപ്പ് എടുത്തു കളയുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ വലിയ പ്രതിപക്ഷ പാർട്ടികളെല്ലാം നിലവിളിക്കുന്നത് കണ്ടു. പക്ഷെ അതിൽ നിന്നും പിന്മാറാൻ എന്തായാലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഗുണമെന്നതായിരുന്നു പിന്നീട് കണ്ട ആ ജമ്മു കാശ്മീരിന്റെ വളർച്ച. വികസനം വരുന്നു, ഭീകരവാദ പ്രവർത്തനങ്ങൾ കുറയുന്നു, വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പോകുന്നു, മുതിർന്നവർ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് പോകുന്നു. പണ്ടാണെങ്കിൽ ജോലിക്ക് പോകില്ല, നേരെ സൈനികരെ കല്ലെറിയാൻ ആ പണം വാങ്ങി ജീവിക്കുകയും ചെയ്തു. ഇപ്പോൾ ദേശീയതയുമായി ബന്ധപ്പെട്ടാണ് ആ പ്രദേശത്തെ സംസ്ഥാനത്തെ ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. അതിന്റെ മാറ്റം തുടർച്ചയായി വരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായത് പെഹൽഗാമിലെ ചിലർ നടത്തിയ ഒരു അപകടകരമായ പ്രവർത്തനമാണ്. അതിനെ കൃത്യമായി നേരിടാൻ തന്നെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ഈ അവരെ സഹായിച്ചവരെ ഭീകരവാദികളെ സഹായിച്ചവരുടെ വീടുകൾ തകർക്കുകയാണ്, പൂർണ്ണമായി തന്നെ തകർക്കുകയാണ്. ഇനി ആരെങ്കിലും സഹായിക്കാൻ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ചർച്ചയൊന്നുമില്ല, തിരിച്ചടി തന്നെയാണ് തിരിച്ചടി തന്നെയാണ് ലക്ഷ്യമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അതിലൂടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 370 വകുപ്പ് പിൻവലിച്ചതിനെ കുറിച്ചാണല്ലോ ആദ്യം സൂചിപ്പിച്ചത്. അന്ന് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും പിന്നീട് ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സഹോദരിയും അവിടെ നിന്ന് മഞ്ഞുവാരി എറിഞ്ഞ് കേന്ദ്ര സർക്കാരിന് കുറച്ച് വലിയ രീതിയിൽ സംഘടനാപരമായി തന്നെ ജമ്മു കാശ്മീരിൽ വളർച്ചയ്ക്ക് ഇവരുടെ ഈ പ്രവർത്തനം ഗുണകരമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്ര രാഹുലും പ്രിയങ്കയും മഞ്ഞുവാരി കളിക്കുന്ന ചിത്രം കേന്ദ്ര സർക്കാരിന് നൽകിയ ഒരു പ്രചാരം, കാശ്മീരിനെ മടക്കിക്കൊണ്ടുവരുന്നു, 370 എടുത്തു കളഞ്ഞ് കാശ്മീരിനെ മടക്കിക്കൊണ്ടുവരുന്നു, കേന്ദ്ര സർക്കാരിന്റെ കരുത്ത്, അവരുടെ നിശ്ചയദാർഢ്യം, ഇതിനൊക്കെ വലിയ പ്രചാരമാണ് ആ സംഭവം കൊടുത്തത്. അല്ല, ഈ 370 വകുപ്പുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും പ്രചാരണം അവിടെ കൃത്യമായി ഏശിയിട്ടുണ്ട്. അതെ, കാരണം കോൺഗ്രസിന്റെ വോട്ട് കുറയുകയും സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്തപ്പോൾ BJP അവിടെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതെ, മാത്രമല്ല നാഷണൽ കോൺഫറൻസുമായിട്ട് ചേർന്ന് മത്സരിച്ചിട്ട് പോലും കോൺഗ്രസിന് വിരലിലെണ്ണാവുന്ന സീറ്റുകളിലെ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. കാരണം BJP നേതാക്കൾ പറയും പോലെ എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി BJPയുടെ ഐശ്വര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.